ധൈര്യമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ബാലറ്റിൽ നടത്തി കാണിക്കൂ. നിങ്ങൾ അറബിക്കടലിൽ പതിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടത്തിയ ഈ വെല്ലുവിളി ആരും മറന്നിട്ടില്ല. അതത് സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നാണ് ചട്ടം. കേന്ദ്ര സർക്കാരിന്റെ പിടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അമർന്നതിന് പിന്നാലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും EVM-കൾ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതേസമയം BJPയുടെ കള്ളക്കളി നടക്കില്ലെന്ന് പ്രഖ്യാപിച്ച് കർണാടകയും പഞ്ചാബും അവരുടെ തെരഞ്ഞെടുപ്പ് ബാലറ്റിൽ നടത്തുമെന്നും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഇപ്പോൾ പഞ്ചാബ് സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിലേക്ക് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കളത്തിൽ പുറത്തുനിന്ന് തെരഞ്ഞെടുപ്പിൽ ഫലം എണ്ണിത്തുടങ്ങിയപ്പോൾ BJP തൂത്തെറിയപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ബാലറ്റിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ BJP പല സംസ്ഥാനങ്ങളിലും തോൽക്കുമെന്ന് തെളിയിക്കുന്നതാണ് പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് ഫലം. പഞ്ചാബിലെ ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്കാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് നടന്നത്. 22 ജില്ലാ പരിഷത്തുകളിലെ 347 സോണുകളിലേക്കും 153 പഞ്ചായത്ത് സമിതികളിലെ 2838 സോണിലേക്കുമുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനായി നടന്ന തെരഞ്ഞെടുപ്പ് ബാലറ്റിലാണ് നടത്തിയത്. ആകെ 48% വോട്ടർമാർ പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ 9000-ൽ അധികം സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഫലം നോക്കുമ്പോൾ ജില്ലാ പരിഷത്തുകളിലെ 347 സോണുകളിൽ ആകെ 208 സോണുകളിലും ഫലമാണ് പുറത്തു വന്നത്. ഇവിടെ 137 സീറ്റുകളിൽ AAP വിജയിച്ചിരിക്കുകയാണ്. 37 സീറ്റുകളിലാണ് കോൺഗ്രസിന് ജയിക്കാനായത്. ശിരോമണി അകാലിദൾ 26 സീറ്റുകളിൽ ജയിച്ചപ്പോൾ BJPക്ക് ഭൂരിപക്ഷം കണ്ടെത്താനായത് വെറും 3 സീറ്റിൽ മാത്രമാണ്. 153 പഞ്ചായത്ത് സമിതികളിലെ 2838 സോണുകളിലേക്കുള്ള വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഫലം അറിവായ 2741 സോണുകളിലും 1703-ലും AAP ആണ് മുന്നിലെത്തി നിൽക്കുന്നത്. കോൺഗ്രസ് 503 സോണലുകൾ പിടിച്ചെടുക്കുമ്പോൾ ശിരോമണി അകാലിദളിന് 337 സീറ്റുകളിലും മുന്നിലെത്താൻ സാധിച്ചു. ഈ സോണുകളിലും വലിയ തോൽവിയാണ് BJPയെ കാത്തിരുന്നത്. വെറും 56 സീറ്റുകളിലാണ് ഇവിടെ BJPക്ക് മുന്നിലെത്താൻ സാധിച്ചത്. ഇനി 2 സോണുകളിലും ചേർത്ത് ആകെ 200-ൽ പരം സീറ്റുകളുടെ ചിത്രമാണ് പുറത്ത് വരാനുള്ളത്. ഇവിടെ കോൺഗ്രസും AAPയും കരുത്ത് കാണിക്കുമ്പോൾ BJP ഒന്നാകെ തൂത്തെറിയപ്പെട്ടിരിക്കുകയാണ്. ബാലറ്റിൽ നടന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഒന്നാകെ ശ്രദ്ധ പഞ്ചാബ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയിരുന്നു. പഞ്ചാബിൽ BJPക്ക് കാര്യമായി സ്വാധീനം ഇല്ല എന്നത് വസ്തുതയാണ്. എന്നാൽ ത്രിപുരയിൽ വെറും ഒരു MLA എന്ന നിലയിൽ നിന്ന് വെറും 10 വർഷം കൊണ്ട് ആ സ്ഥാനം പിടിച്ചെടുത്ത BJPയെ നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് BJP നടത്തിയ കൂട്ടുകച്ചവടമാണ് ഇന്നും ത്രിപുരയുടെ ജനവിധി തീരുമാനിച്ചതെന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം ഇന്ന് രാജ്യത്തുണ്ട്. ആ ഗതി മറ്റു സംസ്ഥാനങ്ങൾക്കുണ്ടാകരുതെന്ന ചിന്തയിലാണ് പഞ്ചാബും കർണാടകയും ബാലറ്റിലേക്ക് മടങ്ങുമെന്നും അറിയിച്ചത്. കർണാടകയിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ബാലറ്റിൽ നടക്കുമെന്നും മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പ്രഖ്യാപിച്ചതിനെ പിന്നാലെ BJP എതിർപ്പുമായി എത്തിയിരുന്നു. പഞ്ചാബിലും സമാനമായ എതിർപ്പ് BJPയിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെ വകവയ്ക്കാതെ തന്നെ ബാലറ്റ് പേപ്പറിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഇതിന്റെ ഫലം വൈകുന്നേരത്തോടെ പൂർണ്ണമായും പുറത്തു വരുമ്പോൾ BJP പഞ്ചാബിൽ ചിത്രത്തിൽ പോലും കാണില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ്. ബാലറ്റ് പേപ്പറുകളിൽ നടത്തിയ വോട്ടെടുപ്പിൽ BJPയിൽ നിന്ന് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ബൂത്ത് പിടിച്ചെടുക്കുകയും ബാലറ്റ് പേപ്പറുകളുമായി പ്രിസൈഡിംഗ് ഓഫീസർമാർ ഒളിച്ചോടുകയും ചെയ്തതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് ഗുർദാസ്പൂരിലെ ചാഹിയാൻ, മുക്തസറിലെ ബബാനിയ, മദർ, ബർണാലയിലെ ചൻവാൾ എന്നീ 4 പോളിംഗ് ബൂത്തുകളിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റീപോളിംഗിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്.